ഉസ്താദെ അസ്സലാമലൈക്കും. പിന്നെ ഉസ്താദ് എന്തിനാ പോയി? ഞങ്ങൾക്ക് രണ്ടാം ക്ലാസ് ഉസ്താദാണ് വന്നിക്കുന്നത്. പുതിയ ഉസ്താദില്ലേ, 2ാം ക്ലാസ്സിലേക്ക് വയ്ക്കാണ്. അപ്പോൾ ഉസ്താദേ പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് തന്നെ വരേണ്ടി വരും കേട്ടോ. പിന്നെ ഞങ്ങൾ ആ ഉസ്താദില്ലേ ഒരു പാഠം എടുത്ത് തരും. ആ പാഠം വെറുതെ വായിച്ചേ ചെയ്യുള്ളൂ. എന്നിട്ടില്ലേ ഞങ്ങൾക്ക് കഥ ഒന്നും പറഞ്ഞില്ല. ഉസ്താദ് ഇങ്ങോട്ട് വായോ, ഞങ്ങൾക്ക് കഥ പറഞ്ഞില്ല. ഞങ്ങൾക്ക് വെറുതെ ആ പാഠം ഒന്ന് വായിച്ചിരുന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസറും പറഞ്ഞൊന്ന് വായിച്ചു തരും. എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാൻ പറയുകയെ എന്നിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ചോദ്യം ചോദിക്കും. കിട്ടിയില്ലെങ്കിൽ അവിടെ നിർത്തിക്കും. എന്നിട്ട് അത് 10 വട്ടം എഴുതാനും പറയും. ഇമ്പോസിഷൻ അങ്ങനെയാണ്. എന്നിട്ട് ഞങ്ങളോട് വന്നിട്ടില്ല, ഇതുവരെ ചിരിച്ചിട്ടില്ല, കളിച്ചിട്ടില്ല. പിന്നെ പാഠം എഴുതാൻ തരും. എന്നിട്ട് ഞങ്ങളോടില്ലേ ഫസ്റ്റ് ദിവസത്തെ തന്നെ ക്ലാസ് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഞങ്ങൾ പൊതുപരീക്ഷയാണ്, നല്ലപോലെ പഠിച്ചോളിയും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇരുത്തി. എന്നിട്ട് നിന്ന് ആരൊക്കെയോ വന്നിക്കണമെന്ന് ചോദിച്ചാൽ ഞങ്ങളെടുക്കും എന്നിട്ട് അവിടെ ഞങ്ങളെ നീപ്പിച്ച് നിർത്തി. എന്നിട്ട് ഖുർആൻ ഓതും. എന്നിട്ട് ഞങ്ങൾ ഇരിക്കട്ടെ വെച്ചാൽ നെയ്ലനോട് ചൂടായി. പിന്നെ കുറേ കുട്ടികളെ തല്ലിക്കണു. ഉസ്താദ് ക്ഷമിച്ച പോലെ ഉസ്താദ് ക്ഷമിക്കണില്ല. 2ാം ക്ലാസ്സിലത്തെ ഉസ്താദ് ഹസീബ് ഉസ്താദില്ലേ, ആ ഉസ്താദാണ് വന്നിക്കണ്. പിന്നെ ഞങ്ങൾ ഹാജർ പറയുമ്പോൾ നീച്ച് നിൽക്കണം. എന്നിട്ട് ഉസ്താദ് പേര് വിളിക്കുമ്പോൾ ഞങ്ങൾ പറയണം. അങ്ങനെയൊക്കെയാണ്. ഉസ്താദ് തിരിച്ച് വന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഉസ്താദെ അങ്ങോട്ട് തന്നെ കൊഞ്ചിപ്പിക്കും.